6 വർഷം മുമ്പ് ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും ആദ്യം ചെയ്തിട്ടുള്ളത് അനന്തപുര ലേക്ക് ടെമ്പിളിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അന്ന് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്ത ആ വീഡിയോന് തന്നെ 1,00,000 മുകളിലായിരുന്നു വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ എൻ്റെ ചാനൽ എന്താ പറയുക മോണിറ്റൈസ്ഡ് ആവുകയും ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേ നാൾ ഞാൻ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 6 വർഷത്തിന് ശേഷം വീണ്ടും ഈ അമ്പലത്തിൽ പോയപ്പോൾ ഇവിടെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അന്ന് സസ്യാഹാരിയായിട്ടുള്ള ബബിയ എന്നുള്ളൊരു മുതല ഉണ്ടായിരുന്നു. ആ മുതല 2022 മരണപ്പെട്ടു. പിന്നെ അതിന് ശേഷം പുതിയൊരു മുതല കൂടി ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ടതാണോ അതെന്താണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഒരു മുതലയെ പിടിച്ചിട്ട് തടാകത്തിലേക്ക് കൊണ്ടുവന്നിടുക എന്നൊക്കെ പറയുമ്പോൾ അതെത്രമാത്രം പ്രാക്ടിക്കലാണ് എന്നുള്ളതും അറിയില്ല. അപ്പം അതുകൊണ്ട് അറിയാത്ത കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്തുതന്നെയാണേലും വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അവിശ്വസിക്കുന്നവർക്ക് അവിശ്വസിക്കാം. ഓക്കെ. അപ്പം ഇപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഇതിൽ ഒരു കുഞ്ഞു മുതലയുണ്ട്. അതിന് ബബിയ എന്ന പേരിട്ട് തന്നെയാണ് വിളിച്ചത്. മുമ്പൊക്കെ ബബിയേനെ കാണാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ മുമ്പ് ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഒരു തവണയൊക്കെയാണ് പഴയ ബബിയനെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഈ അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ ആ ഒരു തടാകത്തിൻ്റെ സൈഡിലുള്ള ഒരു വിടവിലൂടെ ആ മുതല ഇറങ്ങി വരുന്നത് കണ്ടു. എന്തോ ഭയങ്കര സന്തോഷമായി. കാരണം എപ്പോഴും അധികം ആൾക്കാരും അനന്തപുരം അമ്പലത്തിൽ വരുന്നത് ഈ ബബിയനെ കാണാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റണമെന്നില്ല. പക്ഷേ ഇവിടെ എത്തിയ ഉടനെ തന്നെ ബബിയനെ കണ്ടു. തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലക്ഷേത്രമാണ് കാസർഗോഡ് ജില്ലയിലുള്ള ഈ അനന്തപുര ടെമ്പിൾ. അപ്പോൾ ഈ അമ്പലം ഇവിടെ വില്ലുമംഗലം എന്നുള്ളൊരു സ്വാമി പൂജ ചെയ്തിട്ടുണ്ടായിരുന്നു. പൂജ ചെയ്തിരുന്ന സമയത്ത് ഭഗവാൻ ഒരു ബാലൻ്റെ രൂപത്തിൽ വന്നിട്ട് ഈ പൂജാകർമ്മങ്ങളിലൊക്കെ തടസ്സം ഉണ്ടാക്കുകയും ഈ വില്ലുമംഗല സ്വാമിയെ ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ വില്ലുമംഗല സ്വാമി ദേഷ്യപ്പെട്ടിട്ട് ആ ബാലനെ പിടിച്ച് തള്ളി. അങ്ങനെ ആ ബാലൻ ഈ അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഒരു ഗുഹയിലൂടെ നടന്നു പോയി എന്നാണ് പറയപ്പെടുന്നത്. ഈ ഗുഹ അവസാനിക്കുന്നത് കടൽ തീരത്താണ്. അങ്ങനെ കടൽ തീരത്തുകൂടെ നടന്നിട്ട് ആ ബാലൻ എത്തിച്ചേർന്നത് അനന്തങ്കാട്ടിലാണ്. അനന്തങ്കാട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് കാസർഗോഡിലെ ഈ അനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടിട്ട് തിരുവനന്തപുരത്ത് അനന്തങ്കാട്ടിലെത്തി. അപ്പോൾ വില്ലുമംഗല സ്വാമിയും പുറകെ തന്നെ പോയി. വില്ലുമംഗല സ്വാമിക്ക് മനസ്സിലായി ഇത് ഭഗവാനാണ്, ഭഗവാൻ തന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഭഗവാനെ നേദിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഒരു കാര്യവുമില്ല. അപ്പോൾ ഉടനെ തന്നെ കുറച്ച് മാമ്പഴം പറിച്ചിട്ട്, കണ്ണിമാങ്ങ പറിച്ചിട്ട് ചിരട്ടയിൽ ഭഗവാന് സമർപ്പിച്ചു. ഇപ്പോഴും തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചിരട്ടയിൽ മാമ്പഴം നിവേദിക്കുന്ന ഒരു പതിവ് ഉണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ വില്ലുമംഗല സ്വാമിയുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സമയത്ത് വില്ലുമംഗല സ്വാമി ചോദിച്ചു, എനിക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ രൂപത്തിൽ, ചെറിയ രൂപത്തിൽ, ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലും കൂടി എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ആവശ്യപ്രകാരം ചെറിയ രൂപത്തിലും ഒരു കുട്ടിയുടെ രൂപത്തിലും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. ഇവിടെ ഈ അനന്തപുരം സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ആയുർവേദ കൂട്ടുകളും അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ കൂടിയിട്ട് കടുശർക്കര എന്നുള്ളൊരു പാകത്തിലാണ് ഇവിടെ വിഗ്രഹം. അതേപോലെ തന്നെ ഭഗവാൻ ഇരിക്കുന്ന രൂപത്തിലാണ് ഇവിടെയുള്ള വിഗ്രഹം. തിരുവനന്തപുരത്താണെങ്കിൽ ഭഗവാൻ അനന്തശയനത്തിൽ അതായത് കിടക്കുന്ന രീതിയിൽ ആണല്ലോ ഉള്ളത്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന രൂപത്തിലാണ്. ഭഗവാന്റെ സൈഡിലായിട്ട് 2 വശത്തായിട്ട് ശ്രീദേവി ഭൂദേവി ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ജനലിൻ്റെ നേരെ ശ്രീകോവിലിൻ്റെ നേരെ നിന്ന് നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ അനന്തപത്മനാഭൻ്റെ വിഗ്രഹമാണ് കാണുന്നത്. ഇനി കുറച്ച് ചെരിഞ്ഞിട്ട് സൈഡിലുള്ള ജനലിലൂടെ നോക്കുന്ന സമയത്ത് ശ്രീദേവിയെയും ഭൂദേവി ഇങ്ങനെ 2 വശത്തായിട്ട് വലതുവശത്തേക്കും ഇടതുവശത്തേക്കും മാറി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവതിയെ കാണും. ഇങ്ങനെയാണ് ഇവിടുത്തെ ദർശനത്തിൻ്റെ ഒരു രീതി. ഇനി ഇവിടുത്തെ മുതലയെക്കുറിച്ചുള്ള ചരിത്രം പറയാം. സസ്യാഹാരിയായിട്ടുള്ള മുതല എന്നാണ് ഇവിടുത്തെ മുതല അറിയപ്പെടുന്നത്. അതും നമുക്ക് എത്രമാത്രം ശരിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം മുമ്പ് പിന്നെ കോഴിയെ നേദിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ഈ 6 വർഷം മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ താഴെ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. മുമ്പ് ഇങ്ങനെ കോഴിയെ നേദിക്കുന്ന ചടങ്ങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് സസ്യാഹാരി അല്ലല്ലോ. എന്തായാലും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത കാര്യത്തിനെ കുറിച്ചിട്ട് ഞാൻ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അത് അന്ന് വന്നൊരു കമൻ്റായിരുന്നു. പിന്നെ അതേപോലെ തന്നെ തടാകത്തിൽ ഒത്തിരി വലിയ വലിയ മീനുകളില്ലേ, അതിനെ കഴിക്കുന്നുണ്ടാവില്ലേ എന്നൊക്കെയുള്ള കമൻസും വന്നിട്ടുണ്ടായിരുന്നു.
എന്നിരുന്നാലും അറിയപ്പെടുന്നത് സസ്യാഹാരിയായിട്ടുള്ള മുതല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ അമ്പലത്തിൽ ഈ നിവേദ്യത്തിൻ്റെയൊക്കെ സമയമാകുമ്പോൾ ഈ മണിമുട്ടില്ലേ പൂജാ സമയമൊക്കെ ആവുന്ന സമയത്ത് ഈ മുതല ശ്രീകോവിലിൻ്റെ അടുത്തേക്കൊക്കെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യും. ആരെയും ഇതുവരെയായിട്ട് ഉപദ്രവിച്ചിട്ടുള്ളൊരു ചരിത്രം ഇല്ല. അപ്പോൾ ഈ അമ്പലത്തിൽ ആദ്യം ഒരു മുതല ഉണ്ടായിരുന്നു. അതിനെ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നു. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു മുതല പ്രത്യക്ഷപ്പെട്ടു. അതായത് 1947 മുന്നേ ഉള്ള കാര്യമാണെന്ന് ഓർക്കണം. ആ സമയത്ത് ഒരു ബ്രിട്ടീഷുകാരൻ വെടിവെച്ച് കൊന്നു. അതിനുശേഷം പുതിയ മുതല പ്രത്യക്ഷപ്പെട്ടു. ആ മുതലയാണ് 2022 വരെയും ഇവിടെ ഉണ്ടായിരുന്നത്. വലിയ മുതലയായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രായം ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. 2022 മരണപ്പെടുന്ന സമയത്ത് അത്രയും പ്രായമുള്ളൊരു മുതലയായിരുന്നു, അത്രയും വലിപ്പമുള്ളൊരു മുതലയായിരുന്നു. ബബിയ മരിച്ചപ്പോൾ അതിന് പൂജാവിധി പ്രകാരമുള്ളൊരു അടക്കം ഒക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒന്ന് പത്രത്തിൽ വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ, അതായത് 1-2 വർഷം ആയിട്ടുള്ളൂ പുതിയ മുതലയെ ഇവിടെ കാണാൻ വേണ്ടി തുടങ്ങിയിട്ട്. പുതിയ മുതല കുഞ്ഞു മുതലയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ പല ഭാഗങ്ങളിലായിട്ട് ഞാൻ അതിൻ്റെ വിഷ്വൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനലിൽ അന്ന് അപ്ലോഡ് ചെയ്തിട്ടില്ലേ, 6 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ വിഷ്വൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പഴയ ബബിയേനെ കാണാൻ വേണ്ടി പറ്റും. അതിന് നിവേദ്യം ചോറ് നൽകുന്ന സമയത്തായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഉച്ചക്ക് പൂജയുടെ സമയത്ത്. അപ്പോൾ പൂജാരി ഈ പൂജയ്ക്ക് നിവേദിച്ചിട്ടുള്ള ആ ചോറും കൊണ്ട് കുളത്തിലേക്ക് ഇറങ്ങിയിട്ട് മുതലേക്ക് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള വിഷ്വൽസ് അതിൽ ഉണ്ടായിരുന്നു. ഉപദ്രവകാരിയായിട്ടുള്ള മുതലയാണെങ്കിൽ പൂജാരിയൊക്കെ കടിക്കാനുള്ള ഒത്തിരി സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. അപ്പോൾ അതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ബബിയ. ഈ മുതലയ്ക്കും ബബിയ എന്ന് തന്നെയാണ് പേരിട്ടിരിക്കുന്നത്. കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ് ഈ അനന്തപുരം ക്ഷേത്രം. അതേപോലെ തന്നെ ഒരു മുതലയൊക്കെ കാവൽക്കാരനായിട്ടുള്ള ഏക ക്ഷേത്രവും അനന്തപുരം ക്ഷേത്രം തന്നെയാണ്. ഇനി ഇവിടത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കാസർഗോഡ് ജില്ലയിലെ കുമ്പളക്കടുത്താണ് അനന്തപുരം അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരു 13 കിലോമീറ്ററാണ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ടാക്സി പിടിച്ചിട്ടോ അല്ലെങ്കിൽ ബസ്സിലോ ഒക്കെ എത്തിപ്പെടാൻ വേണ്ടി പറ്റും. ഈ അമ്പലത്തിലേക്ക് ആക്സസ് ബസ്സിനില്ല. ഒരു കുമ്പളം എത്തിയിട്ട് ഓട്ടോനോ ടാക്സിക്കോ ഒക്കെ ആയിട്ട് വരാം. ഏതെങ്കിലും ലോക്കൽ ട്രെയിനാണ് വരുന്നതെങ്കിൽ കുമ്പള സ്റ്റോപ്പിൽ ഇറങ്ങിയാലും മതിയാവും. റെയിൽവേ സ്റ്റേഷൻ കുമ്പള ഇറങ്ങിക്കഴിഞ്ഞാലും ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കുമ്പള റെയിൽവേ സ്റ്റേഷനാണ്. അമ്പല ദർശനം ആഗ്രഹമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ നല്ല വിശ്വാസികൾക്കൊക്കെ വന്ന് ചേരാൻ പറ്റുന്നൊരു ഇടമാണ് അനന്തപുരം തടാക ക്ഷേത്രം എന്ന് പറയുന്നത്. കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് മനസ്സമാധാനത്തോടെ തിരിച്ചു പോകാൻ വേണ്ടി പറ്റുന്ന, അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂല ക്ഷേത്രമാകുമ്പോൾ അതിൻ്റെ ആസ്ഥാനമാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചൈതന്യവും വിശ്വാസവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഇവിടെ വന്നുകൂടി പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ ആമകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ഷേത്രം കൂടിയുണ്ട്. ആമക്കുളം എന്നാണ് അതിനെ പറയുന്നത്. ആമകൾക്കാണ് അവിടെ പൂജ ചെയ്യുന്നത്. ആ നിവേദ്യച്ചോറും ഒക്കെ ആമകൾക്കാണ് നേദിക്കുന്നത്. സ്കിൻ ഡിസീസസിനൊക്കെ മാറാൻ വേണ്ടിയിട്ട് അവിടെ ആമകൾക്ക് നേർച്ച നേരുന്നൊരു ചടങ്ങുമുണ്ട്. അപ്പോൾ ഈ ആമക്കുളത്തെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ കൂടി ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. മുമ്പ് ചെയ്തതാണ്, 6 വർഷം മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 6 വർഷം മുമ്പേയുള്ള ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഒത്തിരി അമ്പലങ്ങളും ഒത്തിരി തെയ്യം റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളും കാവുകളും ഒക്കെ ഉണ്ട്. കാസർഗോഡ് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് തെയ്യം കാണാനൊക്കെ ആയിട്ട് വരാം. അതിനോടനുബന്ധിച്ച് തന്നെ വരുന്നവർ ഈ ഒരു അമ്പലം മിസ് ചെയ്യരുത്, ഉറപ്പായിട്ടും വരിക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 6 വർഷം മുമ്പേ തുടങ്ങി എന്നേ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടാണ് വീണ്ടും റീസ്റ്റാർട്ട് ആവുന്നത്.